ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാച്ചമ്പുളി വെച്ചിട്ട് വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ്. ഇതാണ് നമ്മളെ കാച്ചമ്പുളി. ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. നമുക്കിത് മുഴുവനായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി അടുത്തത് കറിക്ക് വേണ്ട ഐറ്റംസാണ്. 2 തക്കാളി എടുത്തിട്ട് കാച്ചമ്പുളി എടുത്തിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി, കാക്കഷ്ണം ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് തക്കാളി, 2 തക്കാളി, കാച്ചമ്പുളി, വെളുത്തുള്ളി, കഷ്ണം ഉള്ളി, 3-4 പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. കാച്ചമ്പുളി നമുക്ക് കുറച്ച് അധികം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി അനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാദാ പുളിനെയും കാട്ടി അത്ര പുളി കുറവാണ് ഇതിന്. പക്ഷേ കുറച്ച് ഹെൽത്തിന് കുറച്ച് നല്ലതാണ്. മറ്റേ പുളിനെയും കാട്ടി ഹെൽത്തിന് നല്ലതാണ് ഈ പുളി. നമ്മളിത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം, ഒരു 5-6 മിനിറ്റ് മതി. നല്ലപോലെ വാടി മിക്സ് ആയതിനു ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളത്. 5-6 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നാടൻ മുളകും പിരികൻ മുളകൊക്കെ പീടികയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിച്ചതാണിത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് പതച്ച് വരണം, നല്ലപോലെ പതച്ച് വരണം. നല്ലപോലെ പതച്ച് വന്നാലാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അയിലയാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റോളം വേണം ഇതൊക്കെ മീനൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മളെ മീനൊക്കെ വെന്ത് വന്നിട്ട് നല്ല കറിയുടെ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിക്കേണ്ടതുണ്ട്. നമ്മളെ മീൻ കറിയുടെ സെറ്റ് ആയിട്ടുണ്ട്. വറ്റിക്കാണ്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. കുറച്ച് വറ്റിച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാച്ചമ്പുളിയിട്ട കറിയാണ്. വളരെ ടേസ്റ്റിയായി, വളരെ രുചികരമായ ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.